ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ഗോൾഡ് ഫോർച്യൂണർ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഞാനാണ് നമ്മുടെ ഷിൻചാൻ്റെ കൂട്ടുകാരനായ അവൻ്റെ പേരും പറഞ്ഞല്ലോ. എൻ്റെ പേര് എനിക്ക് വല്ല അറിഞ്ഞോട്ടെ കേസ്, അമ്മാതിരി പേരാണ് എൻ്റെ. ഞാൻ മറ്റേ ഡോറേമോനിലൊക്കെ ഉള്ളതാണ്. ഈ ഡോറേമോനിലെ കണ്ണാടി വെച്ച എൻ്റെ പേരും ഞാൻ മറന്നു. നോഹ എന്തുവായിരുന്നു എൻ്റെ പേര്. ഇപ്പൊ കിട്ടി. അവൻ്റെ പേരാണ് ഹൈട്ടോ അല്ലേ? അത് നമ്മുടെ ഒബീറ്റോ അല്ലേ? നീ ഫോർമൽ വെച്ച ഭാഗ്യം, ഞാൻ മറന്നുപോയില്ല. എൻ്റെ പേര് ഒബീറ്റോ എന്നാണല്ലേ. എങ്ങനെ ഉണ്ടോ എൻ്റെ പുതിയ ഫോർച്യൂൺ? നിനക്കൊന്നും വാങ്ങാൻ പറ്റില്ല, അത്രയും റിച്ചായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഗോൾഡൻ കളറിൽ തന്നെ എടുത്തു. ശരിക്കും ഗോൾഡ് വേണമെങ്കിൽ നീ ഉരച്ചെടുത്ത് നോക്കിക്കോ. കുറച്ചെടുത്തന്നെ നീ ഫിറ്റോടെ കുഴപ്പമില്ല. എന്തായാലും എൻ്റെ പകുതി പേഴ്സും ഗോൾഡിലാണ് ഉണ്ടാക്കിയത്. 99% ഗോൾഡിലാണ്. ഞാൻ ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഇവിടെ ഗെയിം ഇറങ്ങി ഓർഡറാ. ഈ വണ്ടി നിനക്ക് ഓടിക്കാനോ? എനിക്ക് ഈ വണ്ടിയുടെ ബോഡി പാർട്സ് തൊടാൻ യോഗ്യത ഉണ്ടോടാ? പിന്നെ ഞാനിന്ന് ഇടിച്ച് എന്താണ് ചോപ്പേ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഇടിച്ച് കളയുന്നുണ്ട്. നിന്റെ പാട്ട സൈക്കിൾ ഇതും ചവിട്ടി ഞാൻ പൊട്ടിക്കും എന്ന്. നീ കുറേ ദിവസമായി ഷോർട്സിൽ ഈ സൈക്കിളും കൊണ്ട് നടക്കാൻ തുടങ്ങി. പോടാ, നിനക്കൊന്നും ഈ കാറിൻ്റെ ബോണറ്റിൽ തൊടാൻ്റെ യോഗ്യത പോലും ഇല്ല. ഇന്നാളോ പിടിക്ക് രണ്ടും. നിന്റെ സൈക്കിളും പിടിക്ക്. ഞാൻ പോണിപ്പോഴത്തേക്ക്. മച്ചന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിങ്ങനെ അടുത്തൊരു വീഡിയോ ഇട്ട്. അപ്പോൾ എന്തിനാ ഇവൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? ഷിൻചാൻ കരയാണ്. ഇത് വിഷമിക്കണേണോ കരയണേണ്? എന്താ പറ്റിയ ഷിൻചാനെ നീ കാറുന്ന്? ഷിൻചാൻ എന്താ ഷിൻചാൻ എന്താ പറ്റിയത്? ഷിൻചാന് എന്ത് പറ്റിയടാ ഇവൻ ഇങ്ങനെയാണെന്ന്? കാരണം ഫ്രാങ്ക്ലിൻ ഭായിയുടെ ഒബീറ്റോ വന്നിട്ട് എന്നെ അടിച്ച്, ചോപ്പിനെ അടിച്ചിട്ട് ചോപ്പിൻ്റെ പഴയ ബെൽറ്റ് ഊരിക്കൊണ്ടുപോയി. അതും 1,00,000 ആ ബെൽറ്റ്. എന്നിട്ട് എൻ്റെ സൈക്കിളും ചവിട്ടി അവൻ അവിടെ ഇട്ട്. എന്നിട്ട് എൻ്റെ പൊക്കത്തോടെ കാറും കയറ്റി ഫ്രാങ്ക്ലിൻ ഭായി. എന്നിട്ട് ആ സൈക്കിൾ ഓടി ഇടിച്ചിട്ട് അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു പണി കൊടുക്കണം. ഫ്രാങ്ക്ലിൻ ഭായി ചോപ്പിൻ്റെ ബെൽറ്റും പോയി 1,00,000. ഫ്രാങ്ക്ലിൻ ഭായി എൻ്റെ ബെൽറ്റ് പോയാലും കുഴപ്പമില്ല, എൻ്റെ ഷിൻചാൻ്റെ പൊക്കത്തോടെ ടയർ കയറ്റി അവനെ എന്നിടിച്ച് കൊല്ലണം ഫ്രാങ്ക്ലിൻ ഭായി നമുക്ക്. അതിന് മിയാറ്റോയ്ക്ക് കാറൊന്നും ഇല്ലല്ലോ. അവന് ഒരു സൈക്കിൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവനെങ്ങനെ കാറെടുത്ത്? പിന്നെ അവന് ലോട്ടറി അടിച്ചെന്നും പറഞ്ഞൊരു ഗോൾഡ് കാർ എടുത്തുണ്ടെന്ന് ഫോർച്യൂണറിൻ്റെ. അതും വെച്ചാണ് ഫ്രാങ്ക്ലിൻ ഭായി എന്നെ ഇടിച്ചത്. എനിക്ക് എന്നില്ലെങ്കിൽ അവനെ ഇടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഫോർച്യൂണർ എടുക്കണം. ഫോർച്യൂണർ അതൊക്കെ വേണോ ഇവിടെ? ഫോർച്യൂണർ അല്ലെങ്കിൽ ഒരു മഹേന്ദ്ര SUV എങ്കിലും എടുത്ത് താ ഫ്രാങ്ക്ലിൻ ഭായി. SUV അതെന്നെ കൊണ്ട് പറ്റും. എന്തായാലും എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സിമിയോണിന് SUVയുടെ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളിൽ പോയാലോ? ലെറ്റ്സ് ഗോ ഗായ്സ്. വന്ന് കയറി കയറാ എല്ലാവരും വാടാ. ചോപ്പേ വന്ന് കയറി. ചോപ്പ് ഇങ്ങോട്ടോ. ചോപ്പ് ഒരു ഷിൻചാനും കൂടെ കയറി. ഓക്കേ, അപ്പോൾ ഇൻട്രോ പറഞ്ഞോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒന്നും കൂടെ പറയാം. അപ്പോൾ മച്ചമ്മൻ്റെ എല്ലാവർക്കും പുതിയ വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഭായി SUV കാർ വാങ്ങാൻ പോകണം. അതിന് മുമ്പ് എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു 1K ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വ്യൂസ് ഡള്ളായിരിക്കാം. എന്നാലും നമ്മളെ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും കാണാം. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാ ചങ്കും മച്ചന്മാർക്കും ഒരു സ്പെഷ്യൽ ന്യൂസ് ഉണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ഭായി ഇപ്പോൾ 670 അടിക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ഭായിയുടെ വീട്ടിൽ വിളിക്കുന്ന പെറ്റ് നെയിമോ അങ്ങനത്തെ നിക് നെയിം പെറ്റ് നെയിമോ എന്താണ് അത് റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ 670 അടിക്കട്ടെ. അതുമില്ലാതെ 700 അടിക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ഭായിയുടെ സ്കൂളിൽ വിളിക്കുന്ന അങ്ങനത്തെ പേര് റിവീൽ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് കുറച്ച് അങ്ങനെ പോകും. സ്ഥലമെത്തിയോ? നിൻ്റെ കഥ കേട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് സ്ട്രെയിറ്റ് വന്ന് കണ്ടാട്. ഇതാണ് SUV കാർസ് കേട്ടോ. ഇത് മഹേന്ദ്ര സ്കോർപിയോ മാത്രം ഉണ്ടല്ലോടാ. ഇതെന്ത്ര ഇവനിങ്ങനെ? എടാ സിനിമയാണെ ഇവിടെ ഗോൾഡൻ കാറൊന്നും ഇല്ലേ? ഫ്രാങ്ക്ലിന് ഗോൾഡൻ കാർ ഉണ്ടായിരുന്നു, എന്നെ നടക്കായിരുന്നു. അത് പിന്നെ ഏതോ ഒരു അംബാനി വന്ന് വാങ്ങിക്കൊണ്ട് പോയടാ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അത് വാങ്ങാനും പറ്റില്ല. 1 കോടി രൂപയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 1 കോടി രൂപയ്ക്ക് ഗോൾഡൻ കാർ വിറ്റിട്ട് ഇതൊക്കെ വാങ്ങിയടേ. ഇത്രയ്ക്കായാടാ നീക്ക് 1 കോടി രൂപ? എന്ത് ഈസി ആയിട്ടാടാ നീ പറയുന്നത്? എടാ ഇത് ഗോൾഡ് പെയിന്റ് അടിച്ചെങ്കിലും തരുവാടാ. പെയിന്റ് അല്ലേ, അതൊക്കെ നോക്കാൻ ഞാൻ അടിച്ചു തരുന്നു, പേടിക്കണ്ട. എന്നാൽ ഗോൾഡൻ പെയിന്റ് മതിയാ.
എന്നാലും ഗോൾഡൻ പെയിൻ്റ് ഒക്കെ അടിച്ച് വെക്കും. ഞാൻ നാളെ വന്ന് ഡെലിവറി എടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ സിമിയോൺ. അപ്പോൾ സിമിയോണെ നാളെ തന്നെ ശരിയാവില്ലല്ലോ. ഇത് നാളെ സെറ്റ് മച്ചു, അത്രേ ഉള്ളൂ. നീ വീട്ടിൽ പോയി കിടന്നുറങ്ങും, നാളെ വണ്ടിയും കൊണ്ട് ഞാൻ വരാം. നാളെ അല്ലെങ്കിൽ ഇന്ന് നിനക്ക് പണി തരുമ്പോൾ അപ്പം കൊണ്ടുവന്നാൽ മതി. അപ്പം ഞാൻ പോണ്. ഇന്ന് തന്നെ തീരണമെങ്കിൽ ഇന്ന് തന്നെ വിളിക്കണോ? അപ്പൊ നീ പോയിട്ടോ. ഓക്കെ, എന്നാൽ ഞാൻ പോണ്. ബൈ. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ കാർ ഷോറൂമും കാര്യങ്ങളും കഴിഞ്ഞ് ഷിൻചാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്ലോ എല്ലാത്തിൻ്റെ അകത്ത്. നമുക്ക് നേരെ ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. സിമിയോൺ ഇന്ന് തീർക്കണമെങ്കിൽ ഇന്ന് തന്നെ തീർത്ത് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ സിമിയോൺ കാരണം തന്നെയാണ് നമുക്ക് ഡിഫൻഡറും കിട്ടിയത്. നമ്മുടെ ഡിഫൻഡറിൻ്റെ വീഡിയോയും കാര്യങ്ങളും കാണാത്തവരാണെങ്കിൽ നമ്മുടെ ഷോർട്സിൽ ആദ്യം വന്നിങ്ങനെ വീഡിയോ ആണെന്ന് തോന്നുന്നു. GTFൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ ഡിഫൻഡറിൻ്റെ ഷോർട്സ്. അപ്പോൾ ഇനി അത്ര കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇവിടെ ഇത്ര വ്യൂസൊന്ന്. എങ്കിലും എൻ്റെ ഒരു ടാർഗറ്റ് 1K ആണ്. അപ്പോൾ നമുക്ക് 1K പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ലുക്കൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സിനാൻ മച്ചാന് വേണ്ടി നമ്മൾ പ്രത്യേകം പണിഞ്ഞതാണ്. അമ്മൂനേഷൻ, നല്ല പേരിട്ട് കടയുടെ. അപ്പോൾ ഹോബി ഗൈസിൻ്റെ വീഡിയോ എത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന അറിയില്ല. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ലവ് ആൻഡ് ബൈ. ബൈ ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ സബ്സ്ക്രൈബ് ചെയ്ത് 670 ആക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇതാക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ടാറ്റ. ബൈ ബൈ. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്.